ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്, ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി റോക്കീനെ ഫാമിലി കഴിച്ച് വിട്ട് അവരുമായിട്ട് കുറച്ച് നേരം കളിച്ച് അവരെ കുറച്ച് നേരം ഉമ്പൂലിപ്പിച്ചിരിക്കുകയാണ് അവിടെ. ഇവനാണ് റോക്കി. ഇപ്പോൾ ബാക്കി മിക്കും പിങ്കും ഒക്കെ അയച്ചു വിട്ട് അവരങ്ങോട്ടങ്ങോട്ട് പോയിക്കാണ്. അപ്പോൾ രാവിലെ ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മെയിൻ പണി ഇവിടുത്തെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതാണ്. ഇപ്പം ഇവൻ വന്നതുകൊണ്ട് ഞാൻ ഇവൻ്റെ കയ്യിലിട്ട് ആ ഓസ് കൈമാറി. എനിക്ക് വിഷമമൊന്നുമില്ലല്ലോടാ. എനിക്ക് വിഷമം ഉണ്ടായാലും എനിക്കൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലെ കുളിച്ചു. വെക്കേഷനാണെങ്കിൽ കൂടി ഞാൻ രാവിലെ കുളിക്കും. അതെൻ്റെ ഒരു ശീല, സ്കൂളിൽ പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് എന്താ കഴിക്കാനായിട്ടിരുന്നു. അവിടെ എനിക്കിങ്ങനെ ദോശയും കടലയും. അപ്പം എനിക്ക് ദോശ മണ്ടയ്ക്ക് ഇങ്ങനെ കറി കൂടുതൽ കിടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ആണ്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ സാധനം കറിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. പക്ഷെ ചോറൊന്നും അങ്ങനെയില്ല. പിന്നെ ഒരു 11:30 ആയപ്പോഴത്തേനും ഞാനും അമ്മയും കൂടെ അത്യാവശ്യം ജോലികളൊക്കെ ഒതുക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ഞങ്ങളുടെ അമ്മയ്ക്ക് റേഷൻ കടയാണല്ലോ, അപ്പോൾ അവിടെ മണ്ണെണ്ണയ്ക്ക് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സപ്ലൈ ഓഫീസിൽ പോയതാണ്. അപ്പോൾ ആശ്മിയൊന്നും കൊണ്ടുവന്നില്ല, അവരെയൊക്കെ കടയിപ്പിച്ചിട്ട് പോയേക്കാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പരിഭവത്തിലിരിക്കുകയാണ് പുള്ളിക്കാരി. അപ്പം അതെങ്ങനെയെങ്കിലൊക്കെ അങ്ങ് മാറ്റണം. തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും മുട്ടായി അങ്ങനെ വാങ്ങിച്ചു കൊടുത്താലും അതൊക്കെ സോൾവ് ആവും. തന്നെയല്ല, നല്ല വെയിലുണ്ട്. പിന്നെ 2 വീലറിലാണല്ലോ പോകണം, അപ്പോൾ ഹെൽമെറ്റ് വെക്കണം. പിന്നെ 3 പേരും പോവാൻ ഒക്കത്തില്ല. പിന്നെ അമ്മ ഇങ്ങനെ കാർ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അതൊന്ന് ഓടിക്കാൻ വയ്യെന്ന് പറഞ്ഞു. അമ്മ എവിടെ പോയാലും ആശ്മിക്ക് കൂടെ പോകണം. അതിപ്പം തൊട്ടടുത്താണെങ്കിലും അവൾക്ക് കൂടെ പോയേ ഒക്കത്തുള്ളൂ. കൊണ്ടുപോയില്ലെങ്കിൽ അങ്ങ് നേരെ തിരിയും. അത് 1.5 തിരിച്ചിലായിരിക്കും എൻ്റെ പൊന്നോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുത്തത് സോൾവ് ആക്കണമെങ്കിൽ അതിനപ്പുറമായിരിക്കും. ഞാൻ പിന്നെ അത്ര മേക്കപ്പ് ഒന്നും ഇടത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് കണ്ണെഴുതാൻ മറന്നുപോയി ഗൈസ്. പക്ഷേ അത് കുഴപ്പമില്ല, അത്ര കുഴപ്പമില്ല. പിന്നെ ഞാനും അമ്മയും സപ്ലൈ ഓഫീസിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കായൽ കണ്ട്. ശസ്താംകോട്ട കായൽ ഭയങ്കര വലിയ കായലാണ്. അമ്മ പറഞ്ഞേ നമുക്ക് പോയിട്ട് പിന്നെ ഒരു ദിവസം അവൾമാരൊക്കെ കേട്ട് വരാം. ആശി തിരിഞ്ഞിരിക്കുവാണല്ലോ, അപ്പം അവളൊക്കെ ആയിട്ടൊരു ദിവസം വരാം. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ എന്തോ അവിടെ ഇറങ്ങാത്തതുകൊണ്ട് എന്തോ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ അമ്മയെ കൊണ്ട് നിർബന്ധിച്ചിട്ട് അവിടെ ഇറക്കി. പിന്നെ ഈ കായലിനാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നൊക്കെ അറിയപ്പെടുന്നത്. പിന്നെ അമ്മ പറയുന്ന കേൾക്കാം, ഇവിടെ ഇങ്ങോട്ടൊന്നും വരാനേ ഒക്കത്തില്ലായിരുന്നു, കാരണം അത്രയ്ക്ക് കുരങ്ങന്മാരായിരുന്നു. മനുഷ്യൻ തലയിലൊക്കെ കയറിയിരിക്കുമെന്നൊക്കെ പറയും. പക്ഷെ പണ്ട് ഞങ്ങൾ വരുമ്പോൾ കുരങ്ങന്മാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ ഒറ്റ ഓണത്തിനെ പോലും കണ്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല ആശ്മി ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര തിരിവായിരുന്നു. അപ്പം ആശ്മിയും കൊണ്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേരൊക്കെ അവിടെ നിന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. പിന്നെ നമുക്ക് വെക്കേഷൻ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ അമ്മമാരോട് എങ്ങനെ പോകുമ്പോൾ പുറകെ ചടിക്കറിന്ന് പോകാനൊക്കെ പറ്റുള്ളൂ. അതൊക്കെ ഒരു രസം. സ്കൂൾ തുറക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. എവിടെ പോകുന്നത്, സ്കൂള് വീടുന്ന രീതിക്കല്ലേ. പിന്നെ ഗസ് ഞങ്ങളൊരു 12:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയ. നട്ടുച്ച സമയം നല്ല വെയിൽ. അപ്പം ഇവിടെ വന്നപ്പം എനിക്കിവിടെ പോകാനേ തോന്നില്ല, കാരണം അത്രയ്ക്ക് ചൂട് അനുഭവപ്പെടാനേ പറ്റത്തില്ല. നല്ല കാറ്റായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്താണല്ലോ ആഞ്ഞിലിമൂട് ചന്ത. അപ്പോൾ ഞങ്ങളവിടെ മീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ലാഭത്തിന് കുറേ മീൻ കിട്ടും. അപ്പോൾ 5-6 ദിവസത്തേക്കുള്ള മീൻ ഒരുമിച്ച് വാങ്ങിക്കാമെന്നും പറഞ്ഞ് വന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കാശ്മീരുടെ കാര്യം അറിയില്ല. ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഡോൺറ്റ് സിപ്പപ്പൊക്കെ വാങ്ങിച്ചു തന്നെ നമുക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് ഞങ്ങൾ കഴിച്ചു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അമ്മ ഈ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കറി വെച്ച്, മീൻ വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഉണ്ടാക്കിയത്. അതൊക്കെ വെട്ടി തന്നെ തന്നതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ആക്കി. പിന്നെ വറുത്തെടുത്താൽ മതിയായിരുന്നു. ഞങ്ങളെല്ലാം ഇവിടെ ഫുഡ് കഴിക്കുകയാണ്. നല്ല അവിയലും ചമ്മന്തിയും തോരനെല്ലാം മെഴുക്കോട്ടിയും മീൻ വറുത്തതും എല്ലാം ചോറും എല്ലാം കൂടെ പൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പം ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫായിരുന്നു. അപ്പോൾ ഉച്ച വരെയുള്ള കാര്യങ്ങളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.